ബി.ജെ.പിയുടെ കരുണയിലാണ്, ബി.ജെ.പിക്കാരുടെ കാരുണ്യത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവർ ജീവിക്കുന്നത് എന്നാണ് പി.സി. ജോർജും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും ഒക്കെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സംസ്ഥാന ബി.ജെ.പി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. സംസ്ഥാന ബി.ജെ.പി ആണോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെ ഭയപ്പെടുത്തുന്ന, അവരെ ഭീതിയിലാഴ്ത്തുന്ന നിയമങ്ങൾ അവരുടെ പാർട്ടി കൊണ്ടുവരുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പാണ്, 9-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എന്തും ചെയ്തോളൂ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്? കിരൺ റിജ്ജു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ന്യൂനപക്ഷ ക്യാബിനറ്റ് മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു യാതൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന എം പിമാരെയും സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന എം എൽ എമാരെയും എല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് നീക്കം ചെയ്തു. അതുപോലെ നിരന്തരമായ ന്യൂനപക്ഷ വേട്ട ഇന്ത്യയിലെമ്പാടും നടക്കുന്നു. കൺവെർഷനാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ പുരോഹിതന്മാരെയും കന്യാസ്ത്രീമാരെയും അതിഭയാനകമായ രീതിയിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബജറംഗ് ദളിൻ്റെയും RSSൻ്റെയും പ്രവർത്തകർ ആക്രമിക്കുകയാണ്. ഈ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ബില്ല് പാസ്സായാൽ മണിപ്പൂർ പോലുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും നോർത്ത് ഇന്ത്യയിലും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്? ഞാനിത് ഒരു മൈനോറിറ്റി ഇഷ്യൂ ആയി മാത്രം കണക്കാക്കുന്നില്ല. FCRA അമെൻമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസീസ്, അമ്നസ്റ്റി ഇന്ത്യ, ഗ്രീൻ പീസ്, ലോയേഴ്സ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അതുപോലെയുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസീസ് ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ ലിമിറ്റ് ചെയ്യുകയോ നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. മിഷണറീസ് ഓഫ് ചാരിറ്റി, എൻ്റെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ 2021 ഡിസംബറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എഴുതിയൊരു കത്താണ്. ആ കത്ത് എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസ, ഭാരത് രത്ന നേടിയ മദർ തെരേസ അമ്മയുടെ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെമ്പാടുമുള്ള സ്ഥാപനങ്ങൾ, ഓർഫണേജുകൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ, അതുപോലുള്ള സ്ഥാപനങ്ങളുടെ FCRA രജിസ്ട്രേഷൻ 21 ക്യാൻസൽ ചെയ്തതിൻ്റെ റിന്യൂവൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്താണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ബ്രാഞ്ചിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി FCRA സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ബാങ്കിങ് അക്കൗണ്ടുകളും സെൻട്രലൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് KYC ഉണ്ട്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് മുഖാന്തരമാണ് പണം ഇടപാടുകൾ നടക്കുന്നത്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഇന്ത്യയുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, അമിത്ഷായുടെ മിനിസ്ട്രി നേരിട്ട് ഇത് നോക്കിക്കാണുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ അമെൻമെൻറ്റ് കൊണ്ടുവരികയും ഈ അമെൻമെൻറ്റിൽ ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ നടത്തേണ്ടതെല്ലാം ഒരേ ഉദ്യോഗസ്ഥരാണ്. ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതും റിന്യൂ ചെയ്യേണ്ടതും പുതുക്കി കൊടുക്കേണ്ടതും എല്ലാം ഒരേ ഉദ്യോഗസ്ഥരാണ്. ഇവർ റിന്യൂ ചെയ്തില്ലെങ്കിൽ ഇവർ തന്നെ ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. പ്രീ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സ് മുതൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾ, കാരുണ്യ ഭവനങ്ങൾ, പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിൾഡിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം ക്രൈസ്തവരായിട്ടുള്ള ആളുകളല്ല ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ജാതി മത വ്യത്യാസമില്ലാതെ സകല ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ഈ ഫോറിൻ ഫണ്ട്സ് സംബന്ധിച്ച് അവരെ കുരുക്കിലാക്കുന്ന, അവരുടെ കഴുത്തിന് പിടിക്കുന്ന ഒരു അമെൻമെൻറ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അത് 9-ാം തീയതി ശേഷം വരുമെന്നുള്ളത് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൺവേർഷൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനം നേരിടുന്ന ആളുകൾ, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതെല്ലാം ബജറംഗ് ദളിൻ്റെയും BJPയുടെ ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷൻസിൻ്റെയും എല്ലാം
വലിയ മോണിറ്ററിങ് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അവരത് അടച്ചു പൂട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഞാനും ഡീൻ കുര്യാക്കോസും മണിപ്പൂർ പോയപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഇംഫാൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 43 വർഷമായി പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വളരെ പ്രൈം ലൊക്കേഷനിലുള്ള ഭൂമിയും അവരുടെ കെട്ടിടങ്ങളും അവരുടെ അസറ്റ്സും കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള RSS ഐഡിയോളജിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിനെ അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കും. അതിശക്തമായി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു കാരണവശാലും ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.